എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2159 ദിവസത്തെ മലയാളം ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ വിഷയം ഹോമിയോപ്പതി രംഗത്തെ ഡോക്ടർമാര്, ചേർത്തലയിലെ ഹോമിയോപ്പതി ആശുപത്രി ഡോക്ടർമാരെല്ലാം ചേർന്നിട്ട് അവർ ജീവനക്കാരുമായി ചേർന്ന് ഓപ്പറേഷൻ തൂഫാന് വേണ്ടി പ്രചരണം കൊടുക്കാനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഇറക്കുകയുണ്ടായി. അപ്പോൾ തിരക്കേറ് ജോലിക്കിടയിലും കലാകാരന്മാർ തന്നെയാണ്. അപ്പോൾ അവരെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് പാലിക്കുക എന്നുള്ളത് അതിലും വലിയ ഉത്തരവാദിത്വമാണ്. അതിനായിട്ട് ഏറ്റവും ഉത്തമനായ ഒരു കലാകാരനെ നമുക്ക് കിട്ടുകയും ചെയ്തു ഭാഗ്യത്തിന്. മറ്റാരുമല്ല, MR ഗോപകുമാർ സാർ. നമുക്കറിയാം, പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു റിയൽ കലാകാരനാണ്. അപ്പോൾ ഗോപകുമാർ സാറിനെ ഈ പരിപാടി അതിനു മുമ്പായിട്ട് സ്വാഗതം പറയാനായിട്ട് ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. ഡോക്ടർ ഷൈല, പ്ലീസ്. നന്ദി ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ഞാനും വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ടെന്നറിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഞാനും ഇന്ന് ഇരിക്കുന്നത്. ഇവരെയൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്കും വളരെ ആഗ്രഹമായിരുന്നു. എന്തായാലും അത് സാധിച്ചു. വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് തന്നെ മനോജ് ഡോക്ടർ ഇവരെല്ലാം നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു. അപ്പോൾ ഇന്ന് ഇവർക്കെല്ലാം സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ ഇന്ന് ഈ ഓപ്പറേഷൻ തൂഫാനെ ആധാരമാക്കി കരിനിഴൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മിടുക്കരായ ഡോക്ടർമാരും സ്റ്റാഫുകളും എല്ലാവരും കൂടി ചേർന്ന് തയ്യാറാക്കി. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന അവർക്ക് ആദരം കൊടുക്കുന്ന ഈ വേളയിൽ ഈ പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നത് ഒട്ടേറെ നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്കും അതുപോലെ ടെലിവിഷൻ രംഗത്തും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ MR ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കലാകാരന്മാരും കലാകാരികളും ഈ കരിനിഴൽ എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരും അരങ്ങത്ത് പ്രവർത്തിച്ചവരുമായ ടീം അംഗങ്ങൾ, അതിൽ എല്ലാവരും പ്രധാനമായിട്ടുള്ള അതിന്റെ ഈ ടെലിഫിലിമിന്റെ സംവിധായികയായിട്ടുള്ള ഡോക്ടർ സ്നേഹ വിജയൻ, ഛായാഗ്രഹണം നിർവഹിച്ച ഡോക്ടർ റിഫിന MO GHH ചേർത്തല, അതുപോലെ ആക്ടേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ അരുണസ് നാം മെഡിക്കൽ ഓഫീസർ, അതുപോലെ ശ്രീ സന്തോഷ് നഴ്സിംഗ് അസിസ്റ്റന്റ്, ശ്രീ അഭിജിത്ത് യോഗ ട്രെയിനർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അശ്വതി ധർ RMO GHH ചേർത്തല, അതുപോലെ ആക്ട്രസ് ആയിട്ടുള്ള ഡോക്ടർ വിദ്യ M പൈ മെഡിക്കൽ ഓഫീസറും ആയുഷ്മാൻ ഭവ കൺവീനറുമാണ്. കൂടാതെ ആക്ട്രസ് ആൻഡ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ഷീജ ചേർത്തല ഹോമിയോ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് സൂപ്രണ്ട് കൂടിയാണ്. ഈ ടീം അംഗങ്ങളെ വളരെ അഭിമാനപൂർവ്വവും സ്നേഹപൂർവ്വവും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിന് നന്ദി പറയുവാൻ എത്തുന്നത് ഹോമിയോപ്പതി സ്നേഹിയും യൂട്യൂബറും ഒക്കെ ആയിട്ടുള്ള ഷാലുരാജനാണ്. ശ്രീ ഷാലുരാജനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ എത്രയും വേഗത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിച്ച ഇന്ന് ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നമുക്ക് ആ ഷോർട്ട് ഫിലിം ഒരു ചെറിയൊരു റീൽ കണ്ടിട്ട് മുമ്പോട്ട് പോവാം. ഡോക്ടർ രജനി, പ്ലേ ചെയ്യുന്നു. ഡോക്ടർ വിസിബിൾ ആണല്ലോ അല്ലേ സ്ക്രീന്? ഇതിൽ വോളിയം ഇല്ലെന്നേ ഉള്ളൂ. വോളിയം ഇല്ല? ഇല്ല. കേൾക്കുന്നു ഡോക്ടർ? ഇല്ല, വോളിയം വരുന്നില്ല. ഇല്ല, വോളിയം ഇല്ല.
എന്ത് പറ്റി? മറ്റാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിക്കാമല്ലോ. തന്നെ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്താൽ മതി. അല്ല, ആ ഇവര് ചേർത്തല ടീം ആർക്കെങ്കിലും അല്ല, എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ഷെയർ വിത്ത് ഓഡിയോ. ജില്ലാ പ്രസിഡന്റ് ചെയ്യുന്നതാണല്ലോ. അതെ, സ്ഥിരം ചെയ്യുന്ന, പക്ഷെ എന്തോ ഒരു മിനിറ്റ്. കരിനിഴൽ നല്ലത് നമ്മൾ യൂട്യൂബ് എടുത്തടിച്ച് നോക്കിയാലോ? ആ ആ ഒരു മിനിറ്റ്, ഡോക്ടർ ഷെയർ ചെയ്യുന്നുണ്ട്. സ്നേഹ ഡോക്ടർ ഷെയർ ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഓക്കെ ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ഓഡിയോ ഇല്ല, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. കാണാം കാണാം. ഉണ്ടോ? ഡോക്ടർ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് പൂർണ്ണമായിട്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഓഡിബിൾ അല്ല സ്നേഹം. ഓഡിബിൾ അല്ലേ? ഇല്ല ഉടിപ്പിളാണ്, ഉടിപ്പിളാണ്. ആണോ? കാണാം. ഇല്ല, ഓഡിയോ ഡോക്ടർ വിദ്യാം പൈ ആയുഷ്മാൻ അതെല്ലാം എഴുതി കാണിക്കുന്നതെല്ലാം കാണാം. ഓഡിയബിൾ അല്ല. വിസിബിൾ അല്ല, വിസിബിൾ ആണ്. ആ, വിസിബിൾ ആണ്, ശരിയാ, ഓഡിബിൾ അല്ല. ഓക്കെ, നമുക്കെങ്കിലും ഇതിലേക്ക് പോകാം. സാറിന് തിരക്കുണ്ടാവും, കുഴപ്പമില്ല. ഉം. കുറച്ച് ഭാഗം കാണിച്ചിട്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാം. ആദരണീയനായ ശ്രീ ഗോപകുമാർ സാർ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. ഡോക്ടർ മനോജ്, ഡോക്ടർ ശൈല, കേൾക്കാമല്ലോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, എല്ലാവരും മറ്റേ ഡോക്ടർമാര്, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ഡോക്ടർമാര് അവരുടെ ഔദ്യോഗികമായ അല്ലെങ്കിൽ അവരുടെ കടമകളിൽ അതിൽ നിന്ന് വിട്ടുമാറി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടെ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ വന്ന സർക്കാരിന്റെ ഏറ്റവും നല്ല ഒരു പരിപാടി ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയാണ്. അത് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിൽ അത് വിപുലമായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും കൊച്ചുകുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളും ഒക്കെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നത് കൊണ്ടാണ്. അവരുടെ ഒരു പ്രസൻസ് ഇതിൽ ഭയങ്കരമായിട്ടുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇതിനെതിരായിട്ട് സർക്കാർ ഇതിനു മുമ്പേ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ഇത് ചെയ്തില്ല. ഇപ്പൊ ഈ സർക്കാരെങ്കിലും ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇത് കരിനിഴൽ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം അതൊരു വിശ്വോത്തര കലാസൃഷ്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഇതിന്റെ അണിയറ ശില്പികൾ പോലും അത് അവകാശപ്പെടുകയുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനൊരു സാമൂഹിക പ്രസക്തിയുണ്ട്. അത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കടമയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ മയക്കുമരുന്നിന് അടിമപ്പെടാൻ പാടില്ല, എന്തുകൊണ്ട് അതിനെ അകറ്റി നിർത്തണം എന്നൊക്കെ പറയുന്ന അതിന്റെ സമൂഹത്തിലുണ്ടാക്കുന്ന കുടുംബത്തിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിച്ചു തരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ വിതിന്റെ അവൈലബിൾ റിസോഴ്സസ് ആണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഡോക്ടർമാരുടെ അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല, എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിമിനെ ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഡൽഹിയിൽ പോയി സമരം ചെയ്തത് ഇതിനെതിരെ ഇവിടെ സമരം ചെയ്യാമായിരുന്നു. ഡൽഹിയിൽ പോയി ഈ ബഹളമൊക്കെ കാണിച്ചതല്ലേ. അപ്പൊ അത് ഇതിനെതിരെ ആയിരുന്നു ശരിക്കും കാണിക്കേണ്ടത്. പരീക്ഷകളിലെ ക്രമക്കേടെന്നൊക്കെ പറയുന്നത് സാധാരണ പരീക്ഷ ഉണ്ടായ കാലം മുതൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, അതല്ല കാര്യം. പക്ഷെ ഇത് ഏറ്റവും ആദ്യ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട ഒരു വിപത്താണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു വിപത്താണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും, ഇതിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന മനോജ് സാറിനെ, ഡോക്ടർ മനോജിനെ താങ്ക് യു. ഡോക്ടർ മനോജ്, സ്വാഗതം ആശംസിച്ച ഡോക്ടർ ശൈല, താങ്ക് യു. എല്ലാവർക്കും സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ, ഈശ്വരന്റെ അനുഗ്രഹത്തോടെ, ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടെ ഞാൻ ഈ വെബിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. വളരെ നന്ദി സാർ. തുടരുക. ഈ എളിയ കലാകാരന്മാരുടെ വാക്കുകൾ കേൾക്കുന്നതിൽ എന്നാലും അങ്ങയുടെ സാന്നിധ്യത്തിലാകുമ്പോൾ കുറെ കൂടെ നിറമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാനത് ഈ റീൽ സാറിന് അയച്ചു കൊടുത്തു. സാർ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. കാരണം നമുക്ക് സാറ് പറഞ്ഞ പരിമിതമായ ആളുകൾ എന്തെങ്കിലും കണ്ടിട്ട് വളരെ ഇത് എങ്ങനെ എടുത്തു എന്ന് ആലോചിക്കുന്നു. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് എടുത്തു എന്നുള്ളത് പറയാൻ നിവൃത്തിയില്ല. ടെക്നിക്കായ എനിക്കറിയില്ല. നമ്മുടെ ഡോക്ടർമാർ തന്നെ കുറെ പേര്, ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം തിരക്കഥാകൃത്താണ്, ഡോക്ടർ ബിജു സംവിധായകൻ, ഒരുപാട് സാറിന് അറിയാമല്ലോ. അങ്ങനെ ഒരുപാട് ഇപ്പൊ ചലച്ചിത്രകാരൻ രചയിതാവ് ഡോക്ടർ മനു മഞ്ജിത്തുണ്ട്. ഇനിയും ഇവരെയൊക്കെ പോലുള്ളവർ ഇനിയും ഭാവിയുടെ വാഗ്ദാനമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മുടെ സംവിധായിക ഡോക്ടർ സ്നേഹയിലേക്ക് ആദ്യം. ഡോക്ടർ സ്നേഹ, അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ. ആദ്യമേ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഡോക്ടർ സ്നേഹ. ഞാൻ GH ചേർത്തലയിലെ ആയുഷ്മാൻ ഭവ എന്ന് പറയുന്ന ജീവിതശൈലി രോഗത്തിന്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൽ നാച്ചുറോപ്പതി ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മള് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതില് ക്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നതും BP ചെക്ക് ചെയ്യുന്നതും, അങ്ങനെ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ്സും ക്യാമ്പുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു 10-20 അതിനപ്പുറത്തേക്ക് ആൾക്കാരെ നമുക്ക്, അല്ലെ കൂടിപ്പോയ ഒരു 80 പേര്, അല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ പൊതുജനങ്ങളെ കിട്ടാറില്ല. അപ്പോഴങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് എങ്കിൽ പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്താലോ എന്നൊരു ഐഡിയയിൽ തുടങ്ങിയതാണ് ഇത്. അതായത് ഇപ്പൊ എല്ലാവർക്കും റീൽസ് അല്ലെങ്കിൽ വീഡിയോ, സിനിമ, ഇതൊക്കെയാണല്ലോ താല്പര്യം. ഇതൊക്കെ ആകുമ്പോൾ ആൾക്കാർ കണ്ടിരിക്കും. അപ്പം നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇപ്പൊ ഒരു ലഹരിക്കെതിരെ തൂഫാൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ എങ്കിൽ നമുക്ക് ഇത് വെച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്താലോ എന്ന് തുടങ്ങിയിട്ട് അതിപ്പം ഷോർട്ട് ഫിലിമിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്രണ്ട് മാഡം, ഷീജ, ഡോക്ടർ ഷീജ മാഡം ആണ് ഇതിനെല്ലാം സപ്പോർട്ട് തന്നത്. നമ്മൾ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ഇതിന്റെ പുറകില്. അതിലെ മാഡം ആണ് ശരിക്കും ഞങ്ങൾ ഇടയിലോ ഞങ്ങളൊന്ന് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോ പോലും മാഡം ആണ് ഇത് ഇത്രയും ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്തായാലും ചെയ്യണോ എന്നുള്ള രീതിയിൽ ഇവിടം വരെ എത്തിച്ചത്. ഈ ഓഡിയോ കേട്ടോന്നറിയില്ല, BGM കുറച്ചുണ്ടായിരുന്നു. അതിലായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നു സൂമിൽ കേട്ടിണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അവിടെ അപ്പം കിട്ടിയില്ല. ഓഡിയോ ഡയലോഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അപ്പം അതുമില്ല, ആ ശബ്ദമേ ഇല്ല, ബാലൻ പോലെ ആയിരുന്നു. എന്നാലും മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. അത്ര നല്ല നല്ല അവതരണമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ഛായാഗ്രഹണം ചെയ്ത ഡോക്ടർ റിഫ്ന മാഡം, ഞങ്ങൾ ആരും ഇതിനെപ്പറ്റി ABCD അറിയാത്ത ആൾക്കാരാണ്. ഞങ്ങള് സൂപ്രണ്ട് മാഡത്തിന്റെ ഒരു ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ എഡിറ്റിംഗ് ആണെങ്കിൽ എന്റെ അനിയത്തിയും ഞാനും ഒക്കെ ആയിട്ട് ഇരുന്ന് ലാപ്ടോപ്പിൽ ആദ്യമായിട്ട് എഡിറ്റിംഗ് ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ ചെയ്തതാണ്, ആദ്യമായിട്ട് ചെയ്തതാണ് ഇതെല്ലാം. അപ്പൊ ഇത് ഇത്രയും സ്വീകരണം കിട്ടുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചില്ല. ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിട്ട്. അത്രയും പേരുടെ ഇടയിൽ ഇത് എത്താൻ കഴിഞ്ഞത് തന്നെ ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളിത് ഉണ്ടാക്കി ഞങ്ങൾ ആദ്യം കാണിച്ചത് മുനിസിപ്പാലിറ്റിക്കാരെയാണ്. അവരുടെ അഭിപ്രായം കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ പിന്നെ ഞങ്ങൾ RMO, അങ്ങനെ എല്ലാവരും ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇതിലെ പല ഷോട്ടുകൾ, അടിക്കുന്ന ഷോട്ടുകളാണെങ്കിൽ പോലും എല്ലാം ഒരു ഫസ്റ്റ് ടേക്കിൽ എടുത്തതാണ്. ഞങ്ങള് ജന്മന ആർട്ടിസ്റ്റ് അങ്ങനൊന്നും അല്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ 1-2 ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്, ആ ദിവസത്തിൽ ഇത്ര മണിക്കൂർ, 2 മണിക്ക് OP കഴിഞ്ഞിട്ട് ഏകദേശം 2-2:30 ആയപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇത്രയും 2-3 മണിക്കൂറിൽ ഇത് ചെയ്ത് തീർക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിരുന്നു. ആക്ടിങ് അറിയാത്തവര് വരെ അഭിനയിച്ചു പോയി. അത്രയും സീരിയസ് ആയിട്ടായിരുന്നു നമ്മളിത് ഷൂട്ട് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇത് എന്റെ ആദ്യത്തെയാണ്. എനിക്ക് അറിയില്ല ഇതെന്താ എങ്ങനെയാ ചെയ്യുന്ന പോലെ അറിയില്ലായിരുന്നു. അങ്ങനെ അവസാനം ഇവരെന്നോട് ഞാൻ ഞാൻ എന്നൊരു വ്യക്തിക്ക് അവര് ഭയങ്കര ഒരു സപ്പോർട്ടും ഒരു ട്രസ്റ്റും അവര് തന്നു. അപ്പൊ അത് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ ഇത് ഇത്രയും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനും. ഇപ്പൊ മനോജ് സാറ് തന്നെ ആദരവോ അങ്ങനെ ചോദിച്ചു ഞങ്ങൾ ഞെട്ടിപ്പോയി ഒരു ഡോക്ടറെ വിളിച്ചിട്ട്. അപ്പൊ ശരിയാണ്, നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് ഡോക്ടേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇത് ചെയ്യുമ്പോൾ അത് അവർക്ക് സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവര് പിന്നെയും പിന്നെയും വളരത്തുള്ളൂ. വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ഉത്സാഹമൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇനിയും ഈ പരിപാടികളൊക്കെ വീണ്ടും ഇനിയും ചെയ്യാം. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റും, ഞങ്ങളെ യോഗ ഇൻസ്ട്രക്ടർ, ഞങ്ങളെ ഡോക്ടേഴ്സ്, ആരും ആക്ടറോ ആക്ട്രസോ അല്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെ ആക്കി എടുത്തു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്റെ അച്ഛൻ ഇത് കാണുന്നുണ്ട്. അപ്പം അച്ഛൻ ഇന്നലെയാണ് ഇതെന്ന് വിചാരിച്ചിട്ട് രാത്രി 11 മണി വരെ ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്നു കണ്ട് അവസാനം 10 മണിയാകുമ്പോ അല്ലെ 11 മണിയാകുമ്പോ എന്നെ വിളിക്കുന്നു, നിങ്ങൾ വരുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു അല്ല നാളെ അച്ഛ. അപ്പൊ അച്ഛൻ ഇന്നിപ്പോ ഇത് കാണുന്നുണ്ട്. അപ്പൊ പണ്ട് ചെറുതിലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോ, ചെറുതായിട്ട് പടം വരയ്ക്കുമ്പോ അപ്പോഴേ ഡ്രോയിങ് ക്ലാസ്സിന് കൊണ്ടാക്കും. ചെറിയൊരു കഥ എഴുതുമ്പോ അപ്പോഴേ കഥ എഴുത്ത് മത്സരത്തിനോ അല്ലെങ്കിൽ അങ്ങനെ അത് പഠിപ്പിക്കാൻ കൊണ്ടാക്കും. അങ്ങനെ അച്ഛനാണ് എന്നെ ഇവിടം വരെ ഇത്രയൊക്കെ കലയൊക്കെ ഉണ്ട്. ഒരുപാട് കഴിവുകളുണ്ട്, എനിക്കറിയത്തില്ലത് പറയാൻ. അപ്പൊ എല്ലാത്തിലും മനുഷ്യനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു ഐഡിയോളജി ഉള്ള ആളാണ്. അപ്പൊ എല്ലാത്തിലും നമ്മൾ ട്രൈ ചെയ്യും.
അതാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതിലെല്ലാവരും ആദരിച്ചതിനും പ്രോത്സാഹിപ്പിച്ചതിനും എല്ലാം ഒരുപാട് നന്ദി. നന്ദി, ഓക്കെ. നമസ്കാരം. ഈ പേരാണ് ഡോക്ടർ സ്നേഹ കരുനീൾ എന്ന എന്താ സാർ പറയൂ സാറേ. അല്ല, ഡോക്ടർ സ്നേഹ ഇത് പിന്നെ പരിചയമില്ലാത്ത ഒരാൾ ചെയ്തതാണ്, ആദ്യമായിട്ട് ചെയ്തതാണെന്നൊന്നും തോന്നുന്നില്ല. അത്ര നന്നായിട്ടുണ്ട്. പിന്നെ വേറൊരു സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് മിക്കവാറും ഡോക്ടറുടെ അച്ഛൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അയക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഓക്കെ ഇത് സർ. 100% അർഹിക്കും സാറേ, യാതൊരു സംശയമില്ല. വളരെ മനോഹരമായിരുന്നു. ഈ അത് നന്നായിട്ട് കരുനീളിന്റെ പേര്, കരുനീളിന്റെ അത് പേരാണ് പരിചയമില്ലാത്ത ഒരാൾ ചെയ്തതാണെന്ന് തോന്നുന്നില്ല. അതെ. അതെ, താങ്ക് യു സർ, താങ്ക് യു സർ. ഈ പേരായിട്ടാണ് കരുനീൾ. പേര് നമ്മുടെ സൂപ്രണ്ട് മാഡം ആണ് സെലക്ട് ചെയ്തത്. ബെസ്റ്റ് കരിനീളിനുള്ള അതിനപ്പുറം ഒരു പേര് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പേര് കരുനീൾ നന്നായി യോജിക്കുന്നു. ഗോപകുമാർ സാറ് പറഞ്ഞ പോലെ കേരള സമൂഹത്തിൽ വീണ ഒരു കരുനീള് തന്നെയാണ്. വളരെ നന്നായി, പേര് ഉചിതമായിട്ട് നമുക്ക് സൂപ്പറിനെ വിളിക്കാം. മാഡം അൺമ്യൂട്ട് ചെയ്യാം. മാഡം ഷീജ മാഡം, ഡോക്ടർ ഷീജ മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. കണ്ടില്ല. ഹലോ ആ പറയൂ, കേൾക്കാം. ഹലോ സർ, മനോജ് സർ നമസ്കാരം. അതുപോലെ IFBHന്റെ വളരെ എന്താണ് ശക്തരായ സാരഥികളായ ധനേഷ് ഡോക്ടർ, അതുപോലെ ശൈല മാഡം, അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഗോപകുമാർ സർ, ഇത് ഞങ്ങൾക്ക് എന്താണ് ആനന്ദവും സന്തോഷവും അത്ഭുതവും എല്ലാം നിറഞ്ഞ ഒരു നിമിഷമാണ്. സത്യത്തിൽ ഇപ്പം സ്നേഹ ഡോക്ടർ പറഞ്ഞു, ഇതിന്റെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ടായ കാര്യവും കാരണവും അതിന്റെ ചരിത്രമൊക്കെ സ്നേഹ ഡോക്ടർ ഇവിടെ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ഇങ്ങനെയൊരു ആദരവ് കിട്ടുമെന്നോ അങ്ങനെ ഒരു ആദരവ് പ്രതീക്ഷിച്ചുകൊണ്ടോ ഒന്നും ഞങ്ങൾ ചെയ്തതല്ല. ഞങ്ങൾക്ക് ഈ തൂഫാൻ എന്നുള്ള ആ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ക്യാമ്പയിനോട് ചേർന്നുകൊണ്ട് എന്താണ് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ വന്നപ്പോൾ അത് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമായി അത് അതിൽ അവസാനിച്ചു എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം. എന്തായാലും ഞങ്ങളാരും ആക്ടേഴ്സ് അല്ല. സാധാരണ ഒരു മൊബൈൽ ഫോൺ വെച്ചാണ് ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തത്. ഇതിൻ്റെ മൊത്തം കാര്യങ്ങളും സ്നേഹ ഡോക്ടർ പറഞ്ഞു. അതിൽ എന്തായാലും ഇങ്ങനെയൊരു ആദരവ് ഞങ്ങൾക്ക് തരാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടിക്ക് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ഗോപകുമാർ സാറ് വളരെ കലാരംഗത്ത് വളരെയധികം അങ്ങേയറ്റം പ്രസിദ്ധിയുള്ളതും ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയതുമായ ഒരു കലാകാരനാണ്. ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി IFBHകാര് സംഘടിപ്പിച്ചത് എന്നത് നമുക്ക് വളരെയധികം സന്തോഷവും അതോടൊപ്പം വളരെയധികം ചാരിതാർത്ഥ്യവും ഞങ്ങൾ അറിയിക്കുകയാണ്. സാറിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട്, വിധേയത്തിന് സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 5 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മഹാപ്രതിഭയായ ഒരു വ്യക്തിത്വത്തെ ഈ ഒരു ചടങ്ങിലേക്ക്, അതായത് ഈ എളിയ കലാകാരന്മാരായ നമ്മളെ ആദരിക്കാൻ കൊണ്ടുവന്നു എന്നുള്ളതിന് IFBHന്റെ എല്ലാ സാരഥികളോടും പ്രത്യേകിച്ച് മനോജ് ഡോക്ടറോടും എല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് സർ. വളരെ നന്ദി. എല്ലാം ദൈവാധീനം. ഓക്കെ, താങ്ക് യു. അടുത്ത നമ്മുടെ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ച ഡോക്ടർ റിഫിന. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം ഞാൻ ആലോചിച്ചു ഇവരെന്ത് ക്യാമറ വെച്ച് എടുത്തു എന്നുള്ളത്. അപാരമായിരിക്കും. ഡോക്ടർ റിഫിന അൺമ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു സർ. IFBH സാരഥികൾ, ധനേഷ് ഡോക്ടർ, മനോജ് ഡോക്ടർ, ശൈല മാം, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഗോപകുമാർ സർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റിഫ്ന, ചേർത്തല ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസറാണ്. കൂടാതെ ഓർമ്മക്കൂട്ട് എന്ന ഹോമിയോപ്പത്തിക് ഡിമെൻഷ്യ പ്രോജക്റ്റിന്റെ പ്രൊജക്ട് ലീഡാണ്. അപ്പോ ഈ മാഡം സ്നേഹം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തീരെയും പ്രതീക്ഷിച്ചില്ല ഇത്രയും. ശരിക്കും പറഞ്ഞാല് സ്നേഹ പറഞ്ഞ പോലെ നമ്മളൊരു തെരുവ് നാടകം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ബെനിഫിഷ്യറീസ് ഒരു ലിമിറ്റഡ് ആണല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്നാണ് കൂടുതൽ പേരിലേക്ക് ഇപ്പൊ ഈ സാറ് നമ്മൾ ഈ കൂടുന്ന ഈ സൂം പ്ലാറ്റ്ഫോം പോലും എത്രയോ സ്ഥലങ്ങളിലുള്ള എത്രയോ ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പോ നമ്മള് ദൃശ്യമാധ്യമത്തിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാല് അത്രയും ആൾക്കാരിലോട്ടൊരു റീച്ച്,
ഈ ഓപ്പറേഷൻ തൂഫാൻ അതിന്റെ ഒരു റീച്ച് കൂടാതെ നമ്മുടെ ഒരു ഹോമിയോപ്പത്തിക് പ്രൊജക്ട് ഈ എന്താ പറയാ മയക്കുമരുന്നല്ല, ഈ മദ്യപാനം, പുകവലി, ഇത് അഡ്രസ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് പുനർജനി എന്ന പ്രൊജക്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെയും ഒരു റീച്ചാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചത്. നമ്മളൊരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സംഭവം ചെയ്യുന്നത് പോലെ ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രത്യേക വിഭാഗമായ ആയുഷ്മാൻ ഭവക്കാരുടെ കോൺസെപ്റ്റ് ആണിത്. അപ്പൊ എല്ലാം നമ്മള് സമൂഹത്തിന് നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യവും കൂടാതെ ഹോമിയോപ്പതി വളർത്തുന്ന കാര്യവും എല്ലാം ഇതിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഗോപകുമാർ സാറിനെ പോലൊരു വലിയൊരാളുടെ പ്രസൻസിൽ ഇത് അറ്റ്ലീസ്റ്റ് പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്കത് വി ആർ റിയലി ഹോണേർഡ്. അപ്പം താങ്ക് യു. ഓക്കെ, വളരെ ഇന്ന് നമ്മുടെ ആദരണീയനായ സംവിധായകൻ ശ്രീ ഭരതന്റെ ജന്മദിനം കൂടിയാണ്. ചലച്ചിത്ര കാവ്യങ്ങൾ രചിച്ചൊരു മനുഷ്യനാണ് ശ്രീ ഭരതൻ. ആ ദിവസം തന്നെ യാദൃച്ഛികമായിരിക്കും. എന്തായാലും വളരെ ഭംഗിയായി ക്യാമറ അപാരമായെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇത്രയും എടുത്തതെന്നുള്ളത് വളരെ ഒപ്പിയെടുത്തത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. എന്തായാലും ഡോക്ടർക്ക് അപാരമായ കഴിവുണ്ട്. എത്ര പ്രശസ്തരും അതേല വളരെ നന്നായിട്ടുണ്ട്. അടുത്ത ഡോക്ടർ അരുൺ, മുൻകൂട്ടി സംസാരിക്കാമോ? ഡോക്ടർ അരുൺ, അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം, പറയൂ. IFCHന്റെ സാരഥികളായ ധനേഷ് സാർ, ശൈല മാഡം, അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന, ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു പ്രമുഖ നടനായ ശ്രീ ഗോപകുമാർ സാർ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈനായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് ഞാൻ IFCHനോട് വലിയ നന്ദി പ്രകടിപ്പിക്കുകയാണ്. അഭിനയത്തിൽ ഒരു മുൻപരിചയം ഇല്ലാത്ത ഞങ്ങൾ ഒരു എടുത്തുചാട്ടം പോലെ ചെയ്ത ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. അതൊരു കോൺഫിഡൻസും ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്ത സ്നേഹ ഡോക്ടർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം. പിന്നെ ഞങ്ങളുടെ സൂപ്രണ്ട് റിഫ്ന ഡോക്ടർ, ആറുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നും അറിയാതെ എന്തൊക്കെയോ ചെയ്തു വെച്ചു. അതിലൊരുപാട് ബാലാരിഷ്ടതകളുണ്ട്, ഞങ്ങൾക്ക് തന്നെ അറിയാം. എങ്കിൽ കൂടെ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അത് ഒരു വലിയൊരു അഭിനന്ദനമായിട്ടൊരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു അഭിനന്ദനം തന്ന IFCHന് എല്ലാവിധ ആദരവും നന്ദിയും പ്രകടിപ്പിക്കുന്നു. അതിലേക്ക് ഗോപകുമാർ സാറിനെ പോലൊരു വലിയ ആക്ടറെ കൊണ്ടുവന്ന് നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ ഈ വിലപ്പെട്ട സമയം അദ്ദേഹം ചെലവഴിച്ച് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറിന് വലിയൊരു നന്ദി ഞങ്ങളുടെ വകയായിട്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രചോദനമാണ്, വലിയൊരു അംഗീകാരമാണ്. ഇതിൽ കഷ്ടപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു അംഗീകാരമായിട്ട് ഇതിനെ കാണുകയാണ്. തീർച്ചയായും ഗോപകുമാർ സാറിനോട് ഒരുപാട് നന്ദി, IFCHനോട് ഒരുപാട് നന്ദി. ഡോക്ടർ നെറ്റിന്റെ പ്രോബ്ലം തോന്നുന്നല്ലോ. ഡോക്ടറെ നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലോ. സൂപ്പറിനോടും ഒക്കെ വലിയ നന്ദി. വലിയ കേൾക്കുന്നില്ലേ സാറേ? നെറ്റ് പ്രോബ്ലം ഉണ്ടോ? ആണല്ലേ? അതെ അതെ അതെ. ഉണ്ടോ? ഇപ്പൊ കേൾക്കാം. ആദ്യം കേട്ടില്ല, ലാസ്റ്റ് ഇത്തിരി മാത്രം കേട്ടില്ല. ഓക്കെ, എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അടുത്ത ഡോക്ടർ വിദ്യ എം പൈ. ഡോക്ടറെ എനിക്കറിയാം, ഡോക്ടർ കോട്ടയത്ത് ഞാൻ ജോലി സമയത്ത് ഉണ്ടായിരുന്നുണ്ട് ഓർമ്മ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? സാറേ എനിക്കറിയാം സാറിനെ. ഓക്കെ, ഓർമ്മയുണ്ടോ സാറിന്? അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വിദ്യ. ഞാൻ ഇപ്പോ ചേർത്തല ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലില് ആയുഷ്മാൻ ഭവ പ്രോജക്റ്റിന്റെ കൺവീനറാണ്. പള്ളിപ്പുറം ഡിസ്പെൻസറിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ആയുഷ്മാൻ ഭവയിൽ ഒരു തെരുവ് നാടകമായിട്ട് ചെയ്യാനാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ചെയ്തു വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. സ്നേഹ ഡോക്ടർക്ക്, റിഫ്ന ഡോക്ടർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സൂപ്രണ്ട് തന്നെയാണ്. ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഭയങ്കര മീൻസ് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട്. അപ്പൊ ആദ്യമേ
ഞാൻ കുറെ പരിമിതികളുള്ള കാരണം ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവരൊക്കെ ഓരോ റോൾ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അയ്യോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഒരു കുശുമ്പ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു റോൾ എനിക്കും കൂടി തരണേ, മാക്സിമം ചെയ്യാൻ നോക്കാവത്. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇത്രയും ആൾക്കാർ ഇത് കാണുമെന്നും ഇത്രയും നല്ലൊരു ഇത് കിട്ടുമെന്നും ഒട്ടും വിചാരിച്ചില്ല. അതിന്റെ കൂട്ടത്തില് ഇന്നിപ്പം ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഗോപകുമാർ സാർ എന്ന് വെച്ചാൽ നമ്മള് ടിവിയിലൂടെയും ഇങ്ങനെ മീഡിയയിലൂടെയും കണ്ട ഒരാള് ഡയറക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു മീറ്റിംഗില്, സൂം മീറ്റിംഗിൽ ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. സാറിനും അതുപോലെ ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ആദരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹ ഡോക്ടർ സ്നേഹവാനായ പിതാവിനെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അദ്ദേഹത്തിന് തൽക്കാലം വെയിറ്റ് ചെയ്യുക. ശ്രീ അഭിജിത്ത്. ഡോക്ടർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ശരി, പറയൂ സാർ, പറയൂ. അല്ല, ഇത് തെരുവ് നാടകമായിട്ട് ചെയ്യാതിരുന്നത് നന്നായി. എന്തെന്നറിയോ, തെരുവ് നാടകം ഇപ്പോഴത്തെ ഒരു മീഡിയ അല്ല. അത് ഞാൻ തെരുവ് നാടകം ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ തെരുവ് നാടകം ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് അതല്ല മീഡിയം. ഇന്നത്തെ മീഡിയം ഇത് തന്നെയാണ്. ഇത് 1 ലക്ഷം പേര് കണ്ടു എന്ന് പറയുന്നത്. 1 ലക്ഷം പേര് തെരുവ് നാടകം ചെയ്താൽ 1 ലക്ഷം പേരെ കാണിക്കാൻ പറ്റുമോ? ഇത് ഒരിക്കലും പറ്റില്ല. ബുദ്ധിമുട്ടെന്നല്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇത് 1 ലക്ഷം പേര് കാണുക എന്ന് പറയുന്നത് ഈ മീഡിയം തന്നെയാണ് എഫക്റ്റീവ്. നന്നായി അത്. തീർച്ചയായിട്ടും സാറി പറഞ്ഞ പോലെ തെരുവ് നാടകത്തിൽ 1 ലക്ഷം പേര് അവിടെ കൂടിയാൽ അത് മിക്കവാറും പോലീസ് കേസാവും, ഗതാഗത സ്തംഭനം വന്ന്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് സബ്സ്റ്റാൻഷ്യൽ ഇടത്തരകാലം വേണം ഓടുകയും ചെയ്യും. വളരെ നന്ദി സാർ. അപ്പൊ അടുത്തതായിട്ട് ശ്രീ അഭിജിത്ത്. അഭിജിത്ത് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, നമസ്കാരം. കേൾക്കാവോ? കേൾക്കാം. ആദ്യം തന്നെ IFPCന്റെ എല്ലാ പ്രവർത്തകർക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങില് അതിഥിയായിട്ട് വന്ന് നമ്മുടെ ഗോപകുമാർ സാറിനും ഞങ്ങളുടെ എല്ലാവരുടെയും വക നന്ദി അറിയിക്കുകയാണ്. ഞാനും ചേർത്തല ആയുഷ്മാൻ ഭവയിലെ പ്രോജക്റ്റിലെ യോഗ ഇൻസ്ട്രക്ടറാണ്. അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയപ്പോ തന്നെ ആദ്യം വന്നത് ചിരിയാണ് സത്യത്തില്. ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതേപോലത്തെ തന്നെ കഥാപാത്രം തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നെ മെയിനായിട്ടും ഇതിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സൂപ്രണ്ട് മാഡം ആണ്. സൂപ്രണ്ട് മാഡം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മാമിന്റെ വീട്ടിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ സ്നേഹ ഡോക്ടർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പിന്നില്. കാരണം ഉറക്കം പോലും ഉളച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറെ കട്ടുകളും കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു വന്നപ്പോഴും ഒക്കെ റിഫ്ന ഡോക്ടർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഇതുപോലൊരു അവസരം തന്നതിൽ ഇവരോടും എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇത് ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര ഒരു പ്രശ്നം പിടിച്ചൊരു കാര്യമാണ് ഈ ലഹരി എന്ന് പറയുന്ന കാര്യം. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് നോർത്ത് ഇന്ത്യയിൽ. ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ട് താഴെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ അവിടെ ആയിട്ട് ഒരു കാടിനകത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പഴയ കാറിനകത്തൊക്കെ പോയിരുന്ന് ഈ പുകവലിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവിടെ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതൊന്നും നമുക്ക് അത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ഓക്കെ, വളരെ നന്ദി ശ്രീ അഭിജിത്ത്. തുടരുക. അടുത്തതായിട്ട് ശ്രീ സന്തോഷ്. അദ്ദേഹം ഏത് ഡിവൈസിലാണ് കയറുന്ന അറിയാമോ? ശ്രീ സന്തോഷ്, എന്റെ പേരിനകത്ത് കാണുന്നില്ല. സ്നേഹ ഡോക്ടറെ ഈ സന്തോഷ് ഏതിലാണ് കയറിയിരിക്കുന്നത്? ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞു. അഭിജിത്ത്, സന്തോഷ് ഏതിലാണ് കയറി അറിയാമോ? മോട്ടറോള മോട്ടോ G24 പവർ ആണോ എന്ന് സംശയമുണ്ട്. എനിക്ക് മനസ്സിലായില്ല ഇത് ഏതാണെന്ന്. അശ്വതി ഡോക്ടറും കൂടി ബാക്കിയുണ്ട് ഇനി. അത് പറയാം. ഡോക്ടർ അശ്വതി. ഡോക്ടർ അശ്വതി അൺമ്യൂട്ട് ചെയ്യാൻ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ ധനീഷ്, ഡോക്ടർ മനോജ്, ഡോക്ടർ ശൈല, ബഹുമാനപ്പെട്ട ഗോപകുമാർ സർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു കറന്റ് സിനാരിയോയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്ത ഒരു ഇനിഷ്യേറ്റീവിന് നമ്മുടെ ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു ആദരം കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മളിത് വേണ്ട എന്ന് വെച്ച ഒരു ഉദ്യമമാണ്. അപ്പോൾ നമ്മുടെ സൂപ്രണ്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്കിത് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ് അത് പിന്നീട് ഒരു വീഡിയോ ഫോമാറ്റിലായി, ഒരു ഷോർട്ട് ഫിലിമായി ജനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രയും വ്യൂസ് കിട്ടി, ഇത്രയും ആളുകൾക്കിടയിൽ ഇത്രയും അപ്രീസിയേഷൻ കിട്ടി. ഇപ്പോ ഇങ്ങനെ നമ്മുടെ ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആദരം കിട്ടി. ഇത് ഉദ്ഘാടനം ചെയ്യാനായി നമ്മൾ TV-യിൽ മാത്രം കണ്ട് പരിചയമുള്ള നമ്മളെല്ലാം വളരെ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ വിധേയൻ സിനിമയൊക്കെ കണ്ട് സാറിന് അവാർഡാന്ന് കിട്ടിയതൊക്കെ ഓർമ്മയുണ്ട്. അപ്പം സാറിനെ പോലൊരു പ്രതിഭയെ ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചു. അപ്പോൾ ഇതെല്ലാം ശരിക്കും വളരെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ സന്തോഷമാണ്, നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇതിനെല്ലാം IFPH-നോട് നമ്മൾ നന്ദി പറയുകയാണ്. പിന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റി. ചെറിയൊരു കുറച്ച് ഇപ്പൊ എല്ലാവർക്കും കുറച്ച് നേരം മാത്രമാണ് അവര് വീഡിയോ, വലിയൊരു ഷോർട്ട് ഫിലിം ഒക്കെയാണ് ചിത്രീകരിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അധികം പേര് വാച്ച് ചെയ്യില്ല, അധികം പേര് കാണില്ല. അപ്പൊ ഈ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളതില് നമ്മള് സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് താങ്ക് യു പറയുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞങ്ങളുടെ RMO ആണ് അശ്വതി ഡോക്ടറാണ്. അവസാനത്തെ ആ ഡയലോഗ് നമ്മുടെ സൂപ്രണ്ടിന്റെ ചുണ്ടിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അനക്കം മാത്രമേ ഉള്ളൂ. ആ വോയിസ് ഫുള്ള് ഡബ് ചെയ്തത് അശ്വതി ഡോക്ടറാണ്. ഞങ്ങള് ഡബിങ് അതിന്റെ ഇടയിൽ ചെയ്തു. അപ്പം അശ്വതി ഡോക്ടറിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനങ്ങ് വിട്ടുപോയി, സോറി കേട്ടോ. ഡബിങ്ങിന്റെ അവസാന വാക്കായ ഭാഗ്യലക്ഷ്മിക്ക് ഒരു പിന്മുറക്കാരി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. നേരത്തെ പറഞ്ഞ ആളുടെ സന്തോഷം ഉണ്ടോ നമുക്ക് അറിയാമോ? സന്തോഷേട്ടന് അവിടെ നെറ്റ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ഡോക്ടർ ഫാദർ ഏതിലായിരിക്കും അറിയാമോ? ഡോക്ടർ ഫാദർ ആരാ? ഡോക്ടർ ഫാദർ ഉണ്ടല്ലോ, അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അച്ഛനുണ്ടെന്ന് പറഞ്ഞു. എന്റെ അച്ഛനോ? ഇന്നലെ 11 വരെ കാത്തിരുന്നതല്ലേ? തീർച്ചയായിട്ടും നോക്കട്ടെ. അറിയണമല്ലോ. അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഒന്ന് മുഖം കാണിക്കൂ. അതെ, അൺമ്യൂട്ട് ചെയ്യാൻ മതി. അൺമ്യൂട്ട് ചെയ്. താഴെ ഒരു മൈക്ക് സിമ്പിൾ അവിടെ തൊട്ടാൽ മതി, അൺമ്യൂട്ട് ചെയ്യാൻ മതി ഫോണിന്റെ താഴെയായിട്ട്. അൺമ്യൂട്ട് ആയോ? ഇല്ല. പിന്നെ മ്യൂട്ട് ആയിപ്പോയി. അൺമ്യൂട്ട് ആയോ? സെറ്റിംഗ്സ് പറഞ്ഞോ. എല്ലാവർക്കും ആശംസയുണ്ട്. നമ്മളെ ഗോപകുമാർ സാറിനെ ഇങ്ങനൊരു വേദിയിൽ കാണാൻ കഴിഞ്ഞാലും സാറ് ഇത്തരം പ്രോഗ്രാമുകളിൽ വലിയൊരു പ്രോത്സാഹനം നൽകുന്നതിലും വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഈ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് പങ്കെടുത്ത പ്രത്യേകിച്ച് സൂപ്രണ്ടിന്റെ എല്ലാവരും വളരെ ഇനിഷ്യേറ്റീവ്, വളരെ പ്രോത്സാഹനത്തോടെ ആ സൂപ്രണ്ടിന്റെ ഇനിഷ്യേറ്റീവിനെ എടുത്തു പറഞ്ഞു. ഓക്കെ, എല്ലാ കാര്യത്തിലും സൂപ്രണ്ടിന് ഇങ്ങനെ ഒരു മനസ്സും താല്പര്യവും ഉണ്ടാവട്ടെ. ബാക്കി അഭിനേതാക്കൾക്കും ഡയറക്ടറായാലും എഡിറ്റിംഗ് ആയാലും ഡബിങ് ആയാലും എല്ലാം കൊള്ളാം. വളരെ 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 എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ചെയ്തതുപോലെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് വളർന്നു വരട്ടെ. നമ്മളെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ 65% ലഹരിക്ക് അടിമപ്പെട്ട ഒരു പ്രവണതയാണ് നാം കാണുന്നത്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ വഴിതെറ്റി പോകുന്നു. പല അത്യാഹിതങ്ങളും നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. അപ്പൊ അതിനൊരു ചെറിയ ഒരു സൂചന, ഒരു ഗുണപാഠം ഇതിലൂടെ കിട്ടിയെങ്കിൽ വളരെ സന്തോഷം. താങ്ക് യു. വളരെ നന്ദി. എന്തായാലും പങ്കെടുത്തതിൽ
ഇനി ബാക്കിയുള്ള ആശംസ പറയാനാണ് IFBHന്റെ നട്ടലായ ധനേഷ് ഡോക്ടർ ക്ഷണിക്കുന്നു. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. ആ, ചേർത്തലക്കാരനായ എനിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. കാരണം വളരെ നല്ല പ്രശസ്തനായ MR ഗോപകുമാർ സാറിൻ്റെ ഈ മുന്നിലിരുന്ന് ഇവർ ആ, അവതരിപ്പിച്ച ഈ ഒരു ഷോർട്ട് ഫിലിം ഒരു വലിയ ബിഗ് ഹിറ്റായിട്ട് മാറി. അപ്പോൾ അതൊരു ആ, നല്ല ഒരു പ്രമേയത്തെ വെച്ചുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. എന്ന് മാത്രമല്ല, ഇത് ഇനിയിപ്പോൾ നമുക്കൊരു സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡിലോട്ടൊക്കെ വരെ പോകാൻ സാധ്യതയുള്ള രീതിയിലോട്ടാണ് ഇപ്പോഴതിൻ്റെ പോക്ക്. കാരണം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 മിനിറ്റ് കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലും വലിയൊരു കാര്യം വേറൊന്നുമില്ല. കാരണം നമ്മൾ ഒരു മണിക്കൂറൊക്കെ നിന്ന് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് കഴിച്ചാൽ അങ്ങനെ വരും, ഇത് കുഴിച്ചാൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുന്ന കഥകളും ഒക്കെ പറഞ്ഞാലും ഈ കഥയിൽ എന്താണോ ഉള്ളത് അതിൻ്റെ കണ്ടന്റ് അവരുടെ അടിച്ചങ്ങ് തലയ്ക്ക് കയറുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിൽ എല്ലാവർക്കും അഭിമാനിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹോമിയോപ്പതി സമൂഹത്തിനും അതുപോലെ തന്നെ ഈ സർക്കാർ തലത്തിൽ നിന്നുള്ള നമ്മുടെ ഈ ഒരു ആയുഷ് വകുപ്പിനും അഭിമാനിക്കാവും. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന നമ്മുടെ മന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ഒക്കെ കിട്ടും. കാരണം നമ്മൾ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണമാണ് മറ്റെന്തിലും വലുത്. അപ്പം അതിനുവേണ്ടി എത്ര തുക മുടക്കിയാലും ഒന്നും ആവില്ല. പക്ഷെ അതിനുവേണ്ടിയാണ് ഇന്നത്തെ കലാകാരന്മാർ അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കും വേണ്ടത്ര അംഗീകാരം നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലുള്ളവരെയും കോർത്തിണക്കിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള സമൂഹത്തിന് വേണ്ട നന്മകൾ ചെയ്യുന്ന ആൾക്കാരെ ഇനിയും ഉണ്ടാകട്ടെ. ഈ മേഖലയിൽ ഒത്തിരി പേര് താരോദയങ്ങളായിട്ട് മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, നന്ദി. ഡോക്ടർ അജിനി അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ അജിനി. ഇത്രയും ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, മനോജ് ഡോക്ടർ ആദ്യം പറയുകയുണ്ടായി ഹോമിയോ ഡോക്ടർമാർ അല്ലെങ്കിൽ ഡോക്ടർമാരിൽ കലാകാരന്മാർ. ഹോമിയോ ഡോക്ടർമാരിൽ ഒരുപാട് പേര് കലാകാരന്മാരാണ്. കലാകാരന്മാരല്ലാത്തവർ കുറവാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താ വെച്ചാല് ഒരുപക്ഷെ അവര് ട്രീറ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചും അറിഞ്ഞും മനസ്സിനെ അറിയുന്നവനാകുമ്പോൾ അവൻ കലാകാരനായി തീരുന്നു എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു സത്യം. ജന്മനാ ഉള്ള കലാകാരന്മാരല്ലായിരിക്കും. പക്ഷെ മിക്കവാറും ആൾക്കാര് ഹോമിയോ ഡോക്ടർമാർ കലാകാരന്മാരാകുന്നത് മനസ്സിനെ അറിയുന്നത് കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരുപാട് കലാകാരന്മാരെന്ന് മാത്രമല്ല, കാരണം നമുക്ക് കലയും കഴിവും ഉണ്ടെങ്കിലും അത് പുറത്തോട്ട് എടുക്കാനും അതിന്റെ പുറകെ ഇങ്ങനെ വർക്ക് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ, അനുഭവിക്കുന്ന രീതിയിൽ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് കാണിക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് വരികയും ഇത്രയും പേരെ അത് കോർത്തിണക്കുകയും ഇങ്ങനെ പുറത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തതിൽ എനിക്ക് ഈ ടീമിനെ മുഴുവനും ഞാൻ അങ്ങേയറ്റം ഞാൻ എൻ്റെ എന്തോ പറയുന്നത് സ്നേഹവും ബഹുമാനവും ഞാൻ അങ്ങോട്ട് അർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങൾക്കും ഒരു അഭിമാനമാണ് നിങ്ങളെല്ലാവരും, ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇതുപോലെ പലർക്കും ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പം മറ്റുള്ളവരത് ചെയ്യും. ഇതുപോലെ ഇനി പല ഷോർട്ട് ഫിലിമുകളും വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു വലിയ ഷോർട്ട് ഫിലിം അല്ല, ഒരു വലിയ സിനിമ തന്നെ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം നമുക്കതൊരു അഭിമാനമാണ് നിങ്ങൾ ഈ വേദിയിൽ വന്നതുകൊണ്ടും. പിന്നെ ഗോപകുമാർ സാറിനെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇത്രയും ക്ഷമയോടെ ഇരുന്ന് ഇതെല്ലാം കേൾക്കുകയും ഇവരെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് പകർന്നു തരികയും ചെയ്തതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷം. എല്ലാവരോടും ഞാൻ മനോജ് ഡോക്ടർ ഇതെല്ലാവരെയും ഏകോപിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്ന മനോജ് ഡോക്ടറിന് പ്രത്യേകം നന്ദി അറിയിപ്പിക്കുകയാണ്. പക്ഷെ ഓരോരുത്തരും ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല. നന്ദി, സ്നേഹം. ലവ് യു ഓൾ. താങ്ക് യു. ഓക്കെ, ഡോക്ടർ അജിനി നല്ലൊരു കലാകാരിയാണ്. പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും എന്തുണ്ടായിരുന്നു ഡോക്ടർ അജിനി. വളരെ നന്ദി. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഭദ്രൻ ഡോക്ടർ മുൻ DMO ആണ്. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? കേൾക്കാം. ഇന്ന് യാദൃച്ഛികമായിട്ടാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്.
കണ്ടത് വളരെ സന്തോഷമുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിന്റെ അണിയറ ശില്പികൾക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഗോകുമാർ സാറിന് പ്രത്യേകം സന്തോഷവും അഭിനന്ദനം അറിയിക്കുന്നു. അദ്ദേഹം ജാർജുമായിട്ട് മനോജ് ഡോക്ടറുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അരിപ്പുറത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഈ അവസരത്തിൽ പറയാനുള്ള അവസരമായിട്ട് നമുക്ക് മീഡിയയിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴും തന്നെ എത്തിയിട്ടുണ്ട്, എന്നാലും കുറെ കൂടെ നന്നായിട്ട് എത്തേണ്ട കാര്യമുണ്ട്. ഇതിലേക്ക് വേണ്ടിയുള്ള യത്നം നമുക്ക് എല്ലാവർക്കും തുടരാം, എല്ലാ ഭാവങ്ങളും. ഓക്കെ, നന്ദി സാർ, വളരെ നന്ദി. ഡോക്ടർ രാജേശ്വരി അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ സാർ? കേൾക്കാം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ IFPHന് വളരെ അഭിനന്ദനങ്ങൾ. ഇങ്ങനെയൊരു സാധാരണ പൊതുവെ IFPH ഇങ്ങനെയുള്ള സംരംഭങ്ങളെല്ലാം തന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. എനിക്ക് പിന്നെ ഇത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഒന്നാമത് ധനേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ ചേർത്തലക്കാരിയാണ്. പിന്നെ ഈ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരെയും തന്നെ വളരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നതാണ്. ഇതില് അവര് പറഞ്ഞതുപോലെയൊന്നുമല്ല, എല്ലാവരും വളരെ നല്ല കലാകാരന്മാരും കലാകാരികളുമാണ്. അരുൺ ഡോക്ടറൊക്കെ നേരത്തെ ഒരു പ്രോഗ്രാമിനൊക്കെ ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമിനൊക്കെ അഭിനയിച്ചതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അശ്വതി ഡോക്ടർ ആണെങ്കിലും സ്നേഹയും എല്ലാവരും തന്നെ, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതില് എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് റിഫ്നയോട് കൂടിയാണ്. റിഫ്ന വളരെ എല്ലാവരും തന്നെ യങ്സ്റ്റേഴ്സും ആണ്. റിഫ്നയ്ക്കാണെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. വളരെ ഐഡിയാസ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പം സാധാരണ ഞങ്ങൾ തമാശയെ പറയുമായിരുന്നു റിഫ്ന എന്ത് ചെയ്താലും അത് വിവാദമാകാറുണ്ടെന്ന്. പക്ഷെ ഇതൊരു നല്ലൊരു ഭയങ്കര വിവാദങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് ഐഡിയാസ് എന്ന് വെച്ചാല് വളരെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഭയങ്കര ആദരം കിട്ടുമെന്നും പറഞ്ഞ് വളരെ ഐഡിയ ആയിട്ട് പ്രസന്റ് ചെയ്ത പല കാര്യങ്ങളും ഭയങ്കര വിവാദമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ കുട്ടിയുടെ അത് ഭയങ്കര അപ്രീഷിയബിൾ ആണ്. പിന്നെ എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ആരെങ്കിലും കൂടി ഒന്ന് ക്ഷണിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നി, അറ്റ്ലീസ്റ്റ് ചെയർമാനെ കൂടിയെങ്കിലും. കാരണം അവരുടെ ഒരു സപ്പോർട്ട് നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിന് വേണ്ടി വളരെ ഭയങ്കര എടുത്തു പറയത്തക്ക രീതിയിലുള്ളതാണ്. 2 വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഞാൻ ചേർത്തല ഹോസ്പിറ്റലിലെ ആദ്യത്തെ RMO ആയിരുന്നു. അന്ന് ഞാൻ കുറെ അധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അതായത് ടൗണിലേക്ക് ഇതിന്റെ ഒരു പെരിഫറൽ OP എങ്കിലും തുടങ്ങണം എന്ന് വിചാരിച്ചു. പല സാഹചര്യങ്ങൾ കൊണ്ടും അത് സാധിച്ചില്ല. അപ്പോൾ ഇപ്പം സൂപ്രണ്ട് മാഡം ഷീജ മാഡം എങ്കിലും നമ്മളിപ്പോൾ താൽക്കാലികമായിട്ടാണ് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് വർക്ക് ചെയ്യുന്നത്. വളരെ അവിടെ നമ്മൾ അതിന്റെ പരിസരത്തൂടെ പോയാൽ തന്നെ അറിയാം ഹോമിയോപ്പതിക്ക് ഇത്രയും ഇമ്പാക്ട്, അല്ലെങ്കിൽ ഹോമിയോപ്പതി സിസ്റ്റത്തിന് ഇത്രയും പേഷ്യൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കലാപരമായിട്ട് മാത്രമല്ല, ആ ഒരു സിസ്റ്റത്തിന് വേണ്ടി ഇവരാലാകുന്നതെല്ലാം തന്നെ ചേർത്തലയിൽ നിന്ന് മാത്രമല്ല എല്ലാ ഏരിയയിൽ നിന്നുള്ള പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്. അതിന് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ഷീജ മാഡം വന്നതിന് ശേഷം എല്ലാവരെയും തന്നെ നമ്മുടെ യോഗ ഇൻസ്ട്രക്ടർ വിദ്യ ഡോക്ടറൊക്കെ ഭയങ്കര കലയാണ്. അതായത് സ്പോർട്സ്മാൻ ഉണ്ട്, സ്പോർട്സ് ലേഡിയാണ്, പാട്ടുപാടും, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. അശ്വതി ഡോക്ടറേയും സ്നേഹ എല്ലാവരും ഞാൻ എടുത്തു പറയാണ്. വളരെ സന്തോഷം എനിക്കിങ്ങനെയൊന്ന് പറയാനുള്ള അവസരം തന്നേന്. താങ്ക് യു. വളരെ നന്ദി. മനോഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ടായോ ഡോക്ടറെ? കേൾക്കാം. കേൾക്കാം. ഏറ്റവും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. കാരണം IPHന്റെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം ഈ ഡോക്ടേഴ്സ് എല്ലാം തന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞു, നമ്മള് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസിനെ അല്ല കാണുന്നത്, വരുന്ന ആ ഒരു റിസപ്ഷൻ, ആ സ്വീകരണം, അവരുടെ മനസ്സിന് ഉണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെ ഫീൽ ചെയ്യുകയും നമ്മൾ അത് നോട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ തന്നെയായിട്ട് നമുക്ക് തന്നെ തോന്നും. അവർ അത്രയും നന്നായിട്ടാണ് നമ്മളെ റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്നത്. അപ്പൊ ആ സന്തോഷം കാണുന്നതുകൊണ്ട് അവർക്ക് ആ കോൺഫിഡൻസ് ആണ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രേരണ വന്നിട്ടുള്ളത് ഡോക്ടറെ. അത് മാത്രമല്ല, ഇപ്പോഴ് ഈ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു സന്ദർഭമാണ്. അതിന് ഹോമിയോപ്പതിയിൽ കൂടി ആ ഡോക്ടേഴ്സിനെ ആ കലാഹൃദയം അത് ടെലിവിഷനിൽ കൂടി തന്നെ ഇത് കാണത്തക്ക രീതിയിൽ നടത്തി
ഈ ഇത്രയും ചെറിയ ഷോർട്ട് ടൈം, അത് നേരത്തെ മനു ഡോക്ടർ പറഞ്ഞു, ചെറിയ അതെ, പിന്നെ ധനുഷ് ഡോക്ടറും പറഞ്ഞു, 2-3 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ഇതിനെ ക്രമീകരിച്ച് ഇത്രയും നല്ലൊരു മെസ്സേജ് ഇപ്പൊ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ, ഇനി ലക്ഷങ്ങൾ കാണാനായിട്ടുള്ള ഒരു അവസരം ഇതിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാരോടും നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി. മനോഹരൻ സാർ ഹോമിയോപ്പതി സ്നേഹിയാണ്, വളരെ നന്ദി. ഷബീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഷബീഖ് ഡോക്ടറെ, IFPHന്റെ ബോർഡ് മെമ്പർമാരിലെ ഡോക്ടർ ഷഫീഖ് അൺമ്യൂട്ട് ചെയ്യാമോ? ഷഫീഖ് ഡോക്ടർ കേൾക്കാം. സേട്ട് സാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, സാറിനെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കാം. സേട്ട് സാറേ. ഷഫീഖ് ഡോക്ടറെ. അല്ല, സേട്ട് സാറിനെ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കൂ. ഓക്കെ. എന്താണെങ്കിലും ഹോമിയോപ്പതിക്ക് ഏറ്റവും സ്കോപ്പുള്ള ഒരു ഇതാണ് ഡി അഡിക്ഷൻ. അപ്പൊ അതിന് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന് തന്നെ അതൊരു അവസരം കിട്ടിയതിൽ ഏറ്റവും നമുക്ക് അഭിമാനിക്കാം. എന്താണെങ്കിലും ഇതിൽ അഭിനയിച്ചിട്ടുള്ളവരുടെ ഇത് കണ്ടു കഴിഞ്ഞാല് സാധാരണ നടന്മാരൊക്കെ അഭിനയിക്കുന്നതിനേക്കാളും വളരെ ഒറിജിനാലിറ്റി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഓരോ പ്രോഗ്രാമും ഇനി ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കുക. അതിലൂടെ നമുക്ക് ഹോമിയോപ്പതിക്ക് ഏറ്റവും സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ഇതെന്നുള്ളതും കൂടി പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഒരു അവസരവും കൂടെ ഉണ്ടാക്കുക. എന്താണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തുടരട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി. സേട്ട് സാറേ സംസാരിക്കാമോ? ഓക്കെ. ഏറ്റവും വേണ്ടപ്പെട്ടൊരു മേഖലയാണ് കേട്ടോ ഇത്. ആ മേഖലയിൽ നല്ല തന്മയത്വമായിട്ട് അഭിനയിച്ചവർക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ആ രംഗത്ത് വീണ്ടും വീണ്ടും വരണം, അതിന്റെ പ്രോത്സാഹനം കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന് വേണ്ട നടപടികൾ ഉണ്ടാവണം. ഓക്കെ സാർ. ഓക്കെ. സാറിന് ഒരു ചലച്ചിത്ര ബന്ധമില്ലേ സാറേ? സേട്ട് സാറേ. സാറും സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? സാറിന്റെ ഫാദറും ഒക്കെ അല്ലേ? ഉണ്ട്. ഓക്കെ സാർ. ഓക്കെ, നന്ദി. അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിച്ച സമയമായി. മറിയാമ്മ ഡോക്ടറെ എനിക്ക് 2-3 മെസ്സേജ് വന്നിട്ടിരുന്നേ, കയറാൻ വേണ്ടി ഇടയ്ക്ക് വന്നതാണ്. അപ്പോഴേ മെസ്സേജ് വന്ന് ആ മെസ്സേജ് കറക്ഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ട് വലിയ പാടായി പോയി. ഓക്കെ സാർ, നന്ദി. ഓക്കെ, താമസിച്ചു പോയത്. ശരി സാർ. മറിയാമ്മ ഡോക്ടറെ. നന്ദി മനു ഡോക്ടറെ, വീണ് കിട്ടിയൊരു ഭാഗ്യമാണ് എനിക്ക്. ആശുപത്രിയില് ഏകദേശം 3 വർഷത്തോളം മെഡിക്കൽ ഓഫീസറായിട്ട് ഞാൻ ജോലി നോക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ എനിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളാണ് ഈ കടന്നുപോയത്. എന്തായാലും നമ്മുടെ IFPH ഇന്ന് ഓപ്പറേഷൻ തൂഫാൻ പ്രമേയമാക്കിയ കരിനിഴൽ ഷോർട്ട് ഫിലിം അണിയറ ശില്പികളെ ആദരിക്കുന്നതിന് വേണ്ടി ഇന്ന് നടത്തിയ ഈ വെബിനാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എല്ലാവരുടെയും പ്രിയങ്കരനും ആദരണീയനുമായ ശ്രീ MR ഗോപകുമാർ സാറിന് ആദരപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ആദരവ് സ്വീകരിച്ച എല്ലാ അണിയറ ശില്പികൾക്കും സംവിധാനം ചെയ്ത ഡോക്ടർ സ്നേഹ വിജയൻ, നാച്ചുറോപ്പതി ഡോക്ടറാണെന്ന്, അതുപോലെ ഛായാഗ്രഹണം ഡോക്ടർ റിഫ്ന CS, ചേർത്തല ആശുപത്രിയിലെ MO, അതുപോലെ അതിൽ അഭിനയിച്ച ഡോക്ടർ അരുൺ S, നാം MO, ആക്ടർ ശ്രീ സന്തോഷ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഡോക്ടർ അശ്വതി സർ, RMO ചേർത്തല ആശുപത്രി, ആക്ട്രസ് ഡോക്ടർ വിദ്യ M. കൺവീനർ ആയുഷ്മാൻ ഭവ, ആക്ടർ ശ്രീ അഭിജിത്ത്, യോഗ പരിശീലകൻ, ആക്ട്രസ് കോർഡിനേറ്ററും കൂടിയായ ഹോസ്പിറ്റൽ സൂപ്രണ്ടും കൂടിയായ ഡോക്ടർ ഷീജ M. എല്ലാവർക്കും പേരായി 1000 നന്ദികൾ അറിയിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച നമ്മുടെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ IFPHന്റെ മോഡറേറ്ററും കൂടിയായ ഷൈല ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു.
ഇന്നത്തെ ഈ പരിപാടിയുടെ ആസൂത്രകൻ, എല്ലാ പ്രത്യേക പരിപാടിയുടെ ആസൂത്രണം കൂടിയായ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ തന്നെ GS മനോജ് ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച ധനേഷ് ഡോക്ടർ, അജിനി ഡോക്ടർ, അതുപോലെ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മയിൽ സേഠ് സാർ, ഷഫീഖ് ഡോക്ടർ, ഹോമിയോപ്പതി സ്നേഹി കൂടിയായ മനോഹരൻ സാറ്, എല്ലാവർക്കും ഭദ്രൻ ഡോക്ടർ നന്ദി അറിയിക്കുകയാണ്. ഭദ്രൻ ഡോക്ടർ ഉണ്ട്. റിട്ടയർഡ് DMO കൂടിയായിരുന്ന ഭദ്രൻ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ 2159 പ്രതിദിന സൂം വെബിനാറിൽ പങ്കെടുക്കുകയും ഈ വെബിനാർ ഇത്രയധികം ഭംഗിയാക്കി തീർക്കുകയും ചെയ്ത എല്ലാ IFPHന്റെ ഭാരവാഹികൾക്കും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, ഹോമിയോപ്പതി ഡോക്ടർമാർക്കും, വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദികൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങളെല്ലാവരും ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ, ഈ യാത്ര തുടരാൻ കഴിയട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night.